ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോസേഫ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബയോസേഫ്റ്റി മീൻസ് ദ നീഡ് ടു പ്രൊട്ടക്ട് ഹ്യൂമൻ ആൻഡ് ആനിമൽ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ് ഫ്രം ദ പോസിബിൾ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് മോഡേൺ ബയോടെക്നോളജി. അപ്പോൾ നമ്മൾ ബയോടെക്നോളജി എന്താണെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നു അല്ലേ. ബയോടെക്നോളജിയുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ബയോടെക്നോളജി പ്രൊഡക്ട്സ് കാരണം നമ്മുടെ ആനിമൽസിനും ഹ്യൂമൻസിനും കുറേ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയോസേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അതിനെയാണ് നമ്മൾ ബയോസേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബയോസേഫ്റ്റിയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ എന്താണ് കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണം. അപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the safety measures which prevent the escaping of GEOs from the laboratory and are called containments. GEO എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി എൻജിനീയർഡ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ GEOs എന്ന് പറയുന്നത്. അപ്പോൾ the safety measure which prevent the escaping of GEOs from the laboratory are called containment. അപ്പോൾ നമ്മൾ ഈ ഓർഗാനിസത്തിൻ്റെ എസ്കേപ്പ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറയുന്നത്. ദേ ഹെൽപ്പ് ടു ഡിസ്ട്രോയ് ഹാംഫുൾ GEO വിത്തിൻ ദ ലബോറട്ടറി ഇറ്റ് സെൽഫ്. നമ്മൾ എന്ത് ചെയ്യും, ലബോറട്ടറിയിൽ വെച്ചിട്ട് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള GEOസിനെ എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും. ദെൻ ഹെൻസ് ദർ ഇസ് നോ ചാൻസ് ഫോർ ദ മൈക്രോബ്സ് ടു കം ഔട്ട് ദ ലബോറട്ടറീൻ്റെ പുറത്തോട്ട് വരാൻ ചാൻസ് കുറവായിരിക്കും. അപ്പം ദെൻ ഇതിന് വേണ്ടിയിട്ട് കുറേ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ദീസ് ഗൈഡ് ലൈൻസ് ഡിസ്കസ്ഡ് അബൌട്ട് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ കണ്ടെയ്ൻമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഗൈഡ് ലൈൻസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് എന്താണ് ഫിസിക്കൽ കണ്ടെയ്ൻമെൻറ്റ്സ് എന്ന് നോക്കാം. ഫിസിക്കൽ കണ്ടെയ്ൻമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ മെത്തേഡ് ബീയിങ് അഡോപ്റ്റഡ് ഇൻസൈഡ് ദ ലബോറട്ടറീസ് ടു പ്രിവെൻറ്റ് escaping of GEOs to the environment called physical containments. ഫിസിക്കൽ മെത്തേഡ് നമ്മൾ ലബോറട്ടറിയിൽ എടുക്കുന്ന ഫിസിക്കൽ മെത്തേഡ്സിനെയാണ് ഫിസിക്കൽ കണ്ടെയ്ൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് മെത്തേഡ്സാണ് എയർ ഫിൽട്രേഷൻ, സ്റ്റെറിലൈസേഷൻ ലൈറ്റ്സ്, വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഹാൻഡ്ലിംഗ്. ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഫിൽട്രേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the exhaust air from the laboratory is filtered through exhaust filters. Exhaust ചെയ്യുന്ന എയറിനെ ഫിൽട്ടർ ചെയ്യുന്നതാണ്. It prevent escaping of GEO from the lab. Then sterilization lights, then fluorescent tube lights which emit UV light are fitted in the laboratory to sterilize the work areas and exposed surface of lab. Then the technique destroy microbial containment inside the lab. Okay, then അടുത്തെന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസൽ ആണ്. All waste coming from the laboratory are sterilized by autoclaving or by incinerating them in an incinerator, and this will prevent the escaping of contaminated waste from the lab. അതായത് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഇൻസിനറേറ്റർ വെച്ചിട്ട് അതിൻ്റെ അകത്തിട്ടിട്ടാണ് നമ്മൾ എന്താണ് ഇൻസിനറേറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് ഹാൻഡ്ലിംഗ് ആണ്. ദ പേഴ്സൺ വർക്കിംഗ് ഇൻ ദ ലബോറട്ടറി മസ്റ്റ് ഫോളോ certain technique to avoid contamination and to prevent escaping the microbes. Then the person must wear protective clothing before entering the work area. It should not be carried outside. Then mouth pipetting should be avoided. Okay, ഇതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഹാൻഡ്ലിംഗ്. ഇതൊക്കെ നമ്മൾ ഫിസിക്കൽ മെത്തേഡ്സ് ആണ്, ഫിസിക്കൽ കണ്ടെയ്ൻമെൻറ്റ്സ് ആണ് പറയുന്നുള്ളത്. ദെൻ ബയോളജിക്കൽ കണ്ടെയ്ൻമെൻറ്റ് ഉണ്ട്. അതായത് ബയോളജിക്കൽ പ്രിൻസിപ്പൽ യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ടു പ്രിവെൻറ്റ് ദ എസ്കേപ്പ് ഓഫ് GEO ഓർ മൈക്രോ ഓർഗാനിസം ആർ കോൾഡ് ബയോളജിക്കൽ കണ്ടെയ്ൻമെൻറ്റ്സ്. ദെൻ ബയോളജിക്കൽ കണ്ടെയ്ൻമെൻറ്റ് മേക്ക് ദ ഓർഗാനിസം unable to survive in the outside environment. Okay, and prevent the spreading of vectors DNA to the organism outside the laboratory by usual congestion, transformation and transduction. And അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിക്കൽ മെത്തേഡ്സ് ആണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്.
നിങ്ങൾ അത്ര ഓർത്ത് വെച്ചാൽ മതി. ദെൻ ഇനി നമുക്ക് ബയോസേഫ്റ്റിനെ കുറിച്ചിട്ടാണ് വീണ്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ ബയോസേഫ്റ്റിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ബയോസേഫ്റ്റി ലെവൽസ്, അതായത് ഇതിന് ഓരോ ലെവൽസ് ഉണ്ട്. നമ്മൾ ബയോസേഫ്റ്റീനെ 4 ലെവൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. Biosafety level is the level of the biocontaminant precautions required to isolate dangerous biological agents in an enclosed facility. The level of containment range from the lowest biosafety level 1 to the highest level 4. അതായത് ബയോസേഫ്റ്റി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോ കണ്ടെയ്ൻമെൻറ്റ് പ്രിക്വേഷൻസ് ആണ് required to isolate dangerous biological agents. ഡേഞ്ചറസ് ബയോളജിക്കൽ ഏജൻസിനെ എന്താ പറയുക, ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ബയോ കണ്ടെയ്ൻമെൻറ്റ് പ്രിക്വേഷൻസ് ആണ് ഈ ലെവൽസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെവൽ 1 എന്താണെന്ന് നോക്കാം. ലെവൽ 1 നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് പാത്തജൻ അല്ലാത്ത, അതായത് പാത്തജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലേ. അപ്പോൾ നോൺ പാത്തജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഡീൽ ചെയ്യുന്നതിനാണ് നമ്മൾ ബയോസേഫ്റ്റി 1 എന്ന് പറയുന്നത്. ഇത് കാരണം നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, അതായത് ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഈക്വലൈ പോലെയുള്ള ബാക്ടീരിയാസ് ഒക്കെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ബയോസേഫ്റ്റി ലെവൽ 1 is suitable for work involving well characterized agents not known to consistently cause disease in healthy adult humans and of minimal potential hazard to laboratory personnel and environment. ഇതാണ് ബയോസേഫ്റ്റി ലെവൽ 1 എന്ന് പറയുന്നത്. And it includes several kinds of bacteria and viruses including canine hepatitis, non-pathogenic E. coli, as well as some cell cultures and non-infectious bacteria. ഇതൊക്കെയാണ് ബയോസേഫ്റ്റി ലെവൽ 1 വരുന്നത്. അതായത് നമ്മളിപ്പം ബയോടെക്നോളജി ഒക്കെ ഉള്ള കോളേജസിലൊക്കെ നമ്മൾ ബയോസേഫ്റ്റി ലെവൽ 1 ആണ്. അവിടെ ലാബിലൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ലെവലിലുള്ള ഓർഗാനിസം എന്ന് പറയുന്നത്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ ബയോസേഫ്റ്റി ലെവൽ 2 ആണ്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ഹയർ ലെവൽ ഓർഗാനിസത്തിനെ ആയിരിക്കും ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ടാവുക അല്ലേ. ബയോസേഫ്റ്റി ലെവൽ 2 ഈസ് സിമിലർ ടു ബയോസേഫ്റ്റി ലെവൽ 1 ആൻഡ് is suitable for work involving agents of moderate potential hazards to personals and the environment. അതായത് ബയോസേഫ്റ്റി ലെവൽ 1നേക്കാളും കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള വേർഷനാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് വാരിയസ് ബാക്ടീരിയ ആൻഡ് വൈറസസ് ദാറ്റ് കോസ് ഓൺലി മൈൽഡ് ഡിസീസ് ടു ഹ്യൂമൻ. ഓക്കെ, or are difficult to contract by aerosol in lab settings. അതിന് എക്സാമ്പിളാണ് ഹെപ്പറ്റൈറ്റിസ് എ ബി സി അങ്ങനെയുള്ള ഡിസീസൊക്കെ വരുന്ന അത്തരം ഒരു ബാക്ടീരിയാസ് അല്ലെങ്കിൽ വൈറസ് അതിനെയൊക്കെ ഡീൽ ചെയ്യുന്നതാണ് നമ്മൾ എന്താണ് ബയോസേഫ്റ്റി ലെവൽ 2 എന്ന് പറയുന്നത്. Then laboratory personnel have specific training in handling pathogenic agents and are directed by സയൻറ്റിസ്റ്റ് വിത്ത് അഡ്വാൻസ്ഡ് ട്രെയിനിങ്. ഓക്കെ, ഇത് നമ്മൾ സെക്കൻഡ് ലെവലിൽ എന്ന് പറഞ്ഞാൽ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എന്തായാലും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് അക്സസ് ടു ദ ലബോറട്ടറി ഈസ് ലിമിറ്റഡ് വെൻ വർക്ക് ഈസ് ബീയിങ് കണ്ടക്റ്റഡ്. ഓക്കെ, ലബോറട്ടറിയിലോട്ടുള്ള ആക്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് എക്സ്ട്രീം പ്രിക്വേഷൻ ആർ ടേക്കൺ വിത്ത് കണ്ടെയ്ൻമെൻറ്റ് ഷാർപ്പ് ഐറ്റംസ്. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് ബയോസേഫ്റ്റി ലെവൽ 3 ആണ്. ലെവൽ 3 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ് വരുന്നത്. ദിസ് ലെവൽ ഈസ് ആപ്ലിക്കബിൾ ടു ക്ലിനിക്കൽ, ഡയഗ്നോസ്റ്റിക്, ടീച്ചിങ്, റിസർച്ച് ഓർ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഇൻ വിച്ച് വർക്ക് ഈസ് ഡൺ വിത്ത് indigenous or exotic agents which may cause serious or potentially lethal disease after inhalation. And it includes various bacteria, parasites and viruses that can cause severe or fatal disease to human. അതായത് ഇതിൽ വൈറസ്, പാരസൈറ്റ്, ബാക്ടീരിയ അങ്ങനെ അത്യാവശ്യം ഹാംഫുൾ ആയിട്ടുള്ള എല്ലാ ബാക്ടീരിയയും നമ്മുടെ ബയോസേഫ്റ്റി ലെവൽ 3 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. And അപ്പോൾ നമ്മുടെ laboratory persons have specific training in handling pathogenic and potentially lethal agents and are
supervised by competent scientists who are experienced in working with these agents. ഓക്കെ, അവർ എപ്പോഴും എന്താണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ സൂപ്പർവിഷൻ്റെ അണ്ടറിലായിരിക്കണം. ദെൻ ഓൾ procedures involving the manipulation of infectious materials are conducted within biological safety cabinets, especially designed hoods or other physical containment devices, or by personnel wearing appropriate personal protective clothing and equipments. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ ബയോസേഫ്റ്റി ലെവൽ 4 ആണ്, ഏറ്റവും ഹയർ ആയിട്ടുള്ള വേർഷൻ ആണ്. അപ്പോൾ ഈ ലെവലിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഏജൻസ് ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദിസ് ലെവൽ ഈസ് റിക്വയർഡ് ഫോർ work with dangerous and exotic agents that pose a high individual risk of aerosol transmitted laboratory infectious agents which cause severe to fatal disease in human, for which vaccines or other treatments are not available, such as Bolivian and Argentine hemorrhagic fevers, എബോള, നമ്മുടെ എബോള വൈറസ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ആൻഡ് വൈറസ് അതർ ഹെമറോജിക് ഡിസീസസ്. And this level is also used for the work with agents such as smallpox that are considered contagious enough to require the additional safety measures regardless of vaccination availability. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോസേഫ്റ്റി ലെവൽ 4 വരുന്നത്. ദെൻ ഇതിലും നമ്മുടെ എൻട്രൻസ് ആൻഡ് എക്സിറ്റ് ഓഫ് ദ ലെവൽ 4 ബയോലാബ് വിൽ കണ്ടെയ്ൻ multiple showers, a vacuum room, an ultraviolet light room, and other safety precautions designed to destroy all traces of the biohazard. Then all air and water service going to and coming from biosafety level 4 lab will undergo similar decontamination procedure to eliminate the possibility of accidental release. അതായത് ഇത് നമ്മൾ ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഈ ലാബിലോട്ടുള്ള എൻട്രി എക്സിറ്റ്, പിന്നെ അവിടെ നിന്ന് വരുന്നുള്ള വാട്ടർ എയർ അതിനെയൊക്കെ ഭയങ്കര ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് പിന്നീട് അത് പുറത്ത് വിടുന്നത്, ട്രീറ്റ് ചെയ്തിട്ടാണ് പുറത്ത് വിടുന്നത്. ഓക്കെ, ദെൻ ബയോസേഫ്റ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്. ബയോസേഫ്റ്റി ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ എയിം എന്ന് പറഞ്ഞാൽ റെഗുലേറ്റിംഗ് RDNA റിസർച്ച് വിത്ത് ഓർഗാനിസം ദാറ്റ് ഹാവ് ലീസ്റ്റ് ഓർ നോ അഡ്വേഴ്സ് എഫക്റ്റ് ആൻഡ് minimizing the possibilities of occasional release of GEO from the lab and banning the release of GEO if they are supposed to be caused potential risk in environment. ഇതൊക്കെയാണ് ബയോസേഫ്റ്റി ഗൈഡ് ലൈൻസ് പറയുന്നത്. അപ്പം കുറേ ബയോസേഫ്റ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള നോട്ടിൽ നാഷണൽ ബയോസേഫ്റ്റി ഗൈഡ് ലൈൻസിനെ കുറിച്ചും ഇൻ്റർനാഷണൽ ബയോസേഫ്റ്റി ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടും നോട്ട്സ് ഉണ്ട്, അതെല്ലാവരും വായിച്ചു നോക്കണം. ദെൻ അതുപോലെ തന്നെ ബയോസേഫ്റ്റി ഗൈഡ് ലൈൻസ് ഫോർ ലബോറട്ടറീസിനുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഫുഡ് സ്റ്റോറേജ്, ഈറ്റിംഗ്, ഡ്രിങ്കിങ്, സ്മോക്കിംഗ് ആർ പ്രോഹിബിറ്റഡ് ഇൻ ദ ലാബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. മൗത്ത് പിപ്പിറ്റിംഗ് ഈസ് പ്രോഹിബിറ്റഡ് ആൻഡ് ലബോറട്ടറി കോഡ്സ് ആർ ഒബ്ലിഗേറ്ററി and should be removed when exiting the lab, and working surface must be decontaminated using soap or alcohol after each working day. Then waste product must be decontaminated by incineration or by autoclaving. ഇങ്ങനെയൊക്കെയുള്ള റൂൾസ് ആണ് എന്തിൽ വരുന്നത്, ബയോസേഫ്റ്റി ഗൈഡ് ലൈൻ ഫോർ ലബോറട്ടറീസിൽ വരുന്നത്. ഇതിൽ ഇനിയും ഞാൻ കുറേ റൂൾസ് തന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. അപ്പോൾ ഇത്രയാണ് ബയോസേഫ്റ്റീനെ കുറിച്ചിട്ട് പറയുന്നത്.